പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ടാൻജൻസിൻ്റെ പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം. ടാൻജൻസിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടോപ്പിക്ക് നമ്മൾ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ പ്രൂവ് ദാറ്റ് ഉൾപ്പെടെ ചെറിയ കേസസ് ആയിട്ട് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്ത കേസ്. പിന്നെ ചെറിയ പ്രൂവ് ദാറ്റ്, റേഡിയസ് ത്രൂ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്ത ചെറിയ കേസസ്. ഇവിടെയുള്ള ഇനി തേർഡ് ടോപ്പിക്കിൽ നമുക്ക് ഫോർത്ത് ടോപ്പിക്കിലൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ളത് പ്രൂഫും കൺസ്ട്രക്ഷനും തന്നെയാണ്. വേറെ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. ദെൻ ഒരു തിയറത്തിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം, ഇതൊക്കെയാണ് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ട് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കേസാണ്. നോക്കാം. കോഡ് ആൻഡ് ടാൻജൻറ്റ്. ടോപ്പിക്കിൻ്റെ പേര് കോഡ് ആൻഡ് ടാൻജൻറ്റ് എന്നാണ്. ടോപ്പിക്കിൻ്റെ പേര് കോഡ് ആൻഡ് ടാൻജൻറ്റ്. എഴുതി വെക്കുക എല്ലാവരും. കോഡ് ആൻഡ് ടാൻജൻറ്റ്. തിയറത്തിലൂടെ തന്നെ ചെയ്യാം. റിലേഷൻ ബിറ്റ്വീൻ കോഡ്. വാട്ട് ഇസ് മീൻ ബൈ കോഡ്? Chord is a line passing through 2 points on the circle. What is a tangent? Tangent is a line passing through at a single point on the circle. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. All diameters are chord, but all chords are not a diameters. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താണ്. അപ്പോൾ കോഡ് ആൻഡ് ടാൻജൻ്റ് ആണ് ടോപ്പിക്ക് വരുന്നത്. കോഡ് ആൻഡ് ടാൻജൻറ്റ്. റേഡിയസ് ആൻഡ് ടാൻജൻ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. റേഡിയസ് ത്രൂ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് 90 ഡിഗ്രി ഒക്കെ ചെയ്തു. ഇനി കോഡും ടാൻജൻറ്റും തമ്മിലുള്ള റിലേഷൻസ് എഴുതി വെക്കുക. തിയറം, അതായത് ഒരു പ്രൂഫാണ്. പ്രൂവ് ദാറ്റ് ഇൻ എ സർക്കിൾ the angle between a chord and tangent at either end is half the central angle of the chord. ഒരു പ്രൂഫാണത്. അതിന് ഫിഗർ വരയ്ക്കണം. പ്രൂഫ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. In a circle, prove that in a circle the angle between a chord and tangent at either end is half the central angle of the chord. ഇപ്പോൾ വളരെ ഫിഗർ വളരെ വൃത്തിയായിട്ട് വരയ്ക്കുക. സർക്കിളാണ്. ദെൻ ടു ടാൻജൻസ് PA and PB, center and OB and OA radii, join chord AB. then AB സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ കൺസിഡർ ചെയ്തു X. ലെറ്റ് കൺസിഡർ സെൻട്രൽ ആംഗിൾ X. then ആംഗിൾ ബിറ്റ്വീൻ കോഡ് AB ആൻഡ് ടാൻജൻറ്റ് ഇതാണ് ഈ ഡാർക്ക് ചെയ്ത PAB ആൻഡ് PBA. ദീസ് ആംഗിൾ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ദി സെൻട്രൽ ആംഗിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇൻ ദി ഫിഗർ ആദ്യം വരച്ച് വെക്കണേ. പ്രൂഫിന് വേണ്ട ഫിഗർ കൺസ്ട്രക്ഷൻ ചെയ്ത് വെച്ചു റഫ് ഫിഗറായിട്ട്. ഇൻ ദി ഫിഗർ എ സർക്കിൾ വിത്ത് സെൻറ്റർ O, then PA and PB are tangents from external point P. AB's chord, then join OA and OB. Let consider angle AOB X degree. In the figure, triangle AOB is an isosceles triangle. OA is equal to OB. Ready അല്ലേ? Triangle AOB is an isosceles triangle. OA is equal to OB radii. വൃത്തിയായിട്ട് പറയുന്നത് കേൾക്കുക. OA is equal to OB radii. Triangle AOB is an isosceles triangle. Then this angle equal to this angle ആയിരിക്കുമല്ലോ, തർക്കമല്ലല്ലോ. ആംഗിൾ OAB ഈക്വൽ ടു ആംഗിൾ OBA.
ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി എ. ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി എ. ഐസോസിലസ് ട്രയാങ്കിൾ ബേസ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. സെൻട്രൽ 1x ആണല്ലോ. 180 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2. 180 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ആംഗിൾസ് ആയതുകൊണ്ട് 180 ബൈ 2 എത്രയാ? 90 മൈനസ് എക്സ് ബൈ 2. ദിസ് ആംഗിൾ 90 മൈനസ് എക്സ് ബൈ 2. ദിസ് ആംഗിൾ 90 മൈനസ് എക്സ് ബൈ 2. പെർഫെക്റ്റ് ആയല്ലോ. 90 minus x by 2, 90 minus x by 2. Sum of the angle of triangle 180. Then AOB is an isosceles triangle. Two angles are equal. Central angle x 180 minus x divided by 2. That is 90 minus x by 2. 90 minus x by 2. Then angle OAP എത്ര വരിക? Angle OAP OAP റേഡിയസ് ത്രൂ പോയിന്റ് ഓഫ് കോണ്ടാക്ട് 90 അല്ലേ? ടോട്ടൽ 90 അല്ലേ വരിക? OAP 90 വരും. ദെൻ ഈ ബാലൻസ് റിമൈനിങ് ആംഗിൾ എത്ര വരും? 90 മൈനസ് എക്സ് ബൈ 2. 90 മൈനസ് 90 മൈനസ് എക്സ് ബൈ 2. OAP 90 മൈനസ് 90 മൈനസ് എക്സ് ബൈ 2 എത്ര? 90 മൈനസ് 90 മൈനസ് എക്സ് ബൈ 2. 90 minus 90 plus x by 2. കട്ട് 90 കട്ട് 90. ബാലൻസ് എത്ര വന്നു? x by 2. OAP എത്രയാണ്? 90. റേഡിയസ് ത്രൂ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. 90യിൽ നിന്ന് 90 മൈനസ് എക്സ് ബൈ 2 സബ്ട്രാക്ട് ചെയ്തു. 90 മൈനസ് 90 മൈനസ് എക്സ് ബൈ 2. മൈനസ് ഇൻറ്റു 90 മൈനസ് 90 മൈനസ് ഇൻറ്റു മൈനസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 2. This angle x by 2. This angle x by 2. Therefore, ഇവിടെ എന്തായിരിക്കും വരിക? സിമിലർലി this angle x by 2. ദാ OBP 90 ആണ്. OBP 90 റേഡിയസ് ത്രൂ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. 90 മൈനസ് എക്സ് ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2. ആംഗിൾ ബിറ്റ്വീൻ chord and tangent. Angle between chord and tangent is equal to half the central angle. X ന്റെ പകുതി half the central angle. X ന്റെ half the central angle. അപ്പോൾ ശ്രദ്ധിക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് തിയറമാണ്. തിയറം ചോദിക്കത്തില്ല, പക്ഷേ പ്രോബ്ലമാണ് ചോദിക്കുക. ശ്രദ്ധിക്കുക. ഇൻ ദി ഫിഗർ എ സർക്കിൾ വിത്ത് സെൻറ്റർ O. PA and PB are tangents from external point to the circle. Join OA and OB. Chord AB. Construct chord AB. Let's consider central angle x degree. AOB is an isosceles triangle. OA is equal to OB radii. Therefore, 180 minus x by 2. 90 minus x by 2. 90 minus x by 2. Then radius through point of contact full angle 90. 90 minus x by 2. That is equal to x by 2. This equal to x by 2. Therefore, angle between chord and tangent equal to half the central angle. Half the central angle. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ക്രൈറ്റീരിയയാണ്. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് എന്ന് നമ്മൾ പ്രൂഫ്. ഇനി ഇതേ ഒരു ഫിഗറിനെ തന്നെ പ്രൂഫൊന്നുമില്ല, ഞാൻ അതിനൊരു കേസും കൂടി എഴുതി വെക്കുകയാണ്, ഒരു നോട്ട് എഴുതി വെക്കുകയാണ്. സെയിം ഫിഗർ തന്നെ വരയ്ക്കുന്നു. രണ്ടാമത്തെ കേസായിട്ട് സെയിം ഫിഗർ തന്നെ വരയ്ക്കുകയാണ്. സർക്കിൾ PA and PB are tangents. PA and PB are tangents. Radii chord O, സെൻട്രൽ ആംഗിൾ എക്സ്. ഇവിടെ ഓപ്പോസിറ്റ് പാർട്ടിൽ ഒരു ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യണേ. എക്സ് ഇവിടെ വരുമ്പോൾ ഇവിടെ എത്രയ്ക്കും വരിക മക്കളെ? എക്സ് ബൈ 2. എല്ലാവർക്കും അറിയാം, സർക്കിൾ പഠിച്ചതാണ്. ഹാഫ് ദി സെൻട്രൽ ആംഗിൾ. ഇവിടെ നമുക്ക് എത്ര കിട്ടി? എക്സ് ബൈ 2. നേരത്തെ പ്രൂഫ് എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് ബൈ 2 സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ്. അതേ ഒരു തിയറത്തിന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഒന്ന് മാറ്റുകയാണ്. നോക്കൂ, ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഹാഫ് ദി സെൻട്രൽ ആംഗിൾ. അതേ തിയറത്തിന് നോക്കൂ, ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദി സർക്കിൾ. നോക്കുക, എക്സ് ബൈ 2 അല്ലേ ഇവിടെ വരുന്നത്.
അതേ ആംഗിൾ തന്നെയല്ലേ ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് x/2 അല്ലേ? ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആംഗിളായിട്ട് കാണിക്കുമ്പോൾ ഇവിടെ 100 ഡിഗ്രി, സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി, ഹാഫ് ദി സെൻട്രൽ ആംഗിൾ 50, ഇവിടെ എത്ര വരും 50, ദെൻ ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് 50. 120 ആണെങ്കിലോ 120, 60, 60, 60. Angle between chord and tangent equal to angle on the opposite part of the circle. സർക്കിളിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിൽ വരുന്ന ആംഗിളിന് ഈക്വൽ ആണ് ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ്. 140, 70, 70, 70. റെഡി അല്ലേ? 150, 75, 75, 75. അപ്പോൾ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ മതി, പ്രൂഫൊന്നുമില്ല അതിന്, നോട്ട് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ഇൻ എ സർക്കിൾ ദി ആംഗിൾസ് വിച്ച് എ കോഡ് മേക്സ് വിത്ത് ദി ടാൻജൻസ് അറ്റ് ഇറ്റ്സ് ends on any side are equal to the angle which it makes on the part of the circle on the other side. Either in a circle the angle which a chord makes with the tangents at its ends on any side are equal to the angle which it makes on the part of the circle on the other side. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് സിമ്പിളായിട്ട് പറയുന്നു, ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദി സർക്കിൾ. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദി സർക്കിൾ, ഓർ angle between chord and tangent is equal to half the central angle of the chord. Central angle 150, 75, opposite part 75. Central angle 160, 80, 80, opposite part 80. Central angle 100, opposite part 50. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് 50 ഡിഗ്രി. അപ്പോൾ രണ്ട് റിലേഷനാണ് നമ്മൾ പഠിച്ചത്. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി കോഡ്. Then angle between chord and tangent is equal to angle on the opposite part of the circle. അപ്പോൾ what is the relation between chord and tangent എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി കോഡ്. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദി സർക്കിൾ. ഓപ്പോസിറ്റ് പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയാണ്, ഒരൊറ്റ പ്രൂഫ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ക്രൈറ്റീരിയാസാണ് ഞാനിവിടെ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കണം. ഇനി പ്രോബ്ലമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. തിയറത്തിന് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷെ തിയറം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് തിയറം മസ്റ്റാണ്. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു half the central angle of the chord, or angle between chord and tangent is equal to angle on the opposite part of the circle എന്നും പറഞ്ഞു വെക്കുക. ഷോർട്ടാക്കി പറഞ്ഞു വെച്ചാൽ മതി, ഐഡിയ മനസ്സിലാക്കി വെക്കുക കേട്ടോ. Problem 1. In the picture, the sides of the large triangle
are tangents to the circumcircle of the small triangle through its vertices. Calculate the angles of the large triangle. Calculate the angles of the large triangle. അപ്പോൾ ഓൾറെഡി ഫിഗർ അവർ തന്നിട്ടുണ്ട്. ആ ഫിഗർ തരുമ്പോൾ നമുക്ക് ഈ തിയറമായി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. എ ബി സി ട്രയാങ്കിൾ പി ക്യു ആർ, ആംഗിൾ എ 80 ഡിഗ്രി, ആംഗിൾ സി 60 ഡിഗ്രി. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ പി ക്യു ആർ കാൽക്കുലേറ്റ് ചെയ്യണം. വേറൊന്നും പറഞ്ഞില്ല, പി ക്യു ആർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്, തിയറം റിലേറ്റഡ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറത്തിന് എങ്ങനെ റിലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ആംഗിൾ ബി ഇൻ്റെ നോക്കുക, ഫിഗർ നോക്കുക. ഇൻ ദി ഫിഗർ എ ബി സി ഈസ് എ സ്മോളർ ട്രയാങ്കിൾ സർക്കിൾ. Then tangents drawn through A, B, C, we get a larger triangle PQR. Find the angles of PQR ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? ആംഗിൾ ബി കാൽക്കുലേറ്റ് ചെയ്യുക. തേർഡ് ആംഗിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ആംഗിൾ ബി is equal to 180 minus 80 plus 60, 180 minus 140, that is equal to 40 degree. ആംഗിൾ ബി 40 degree. അതാദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ദെൻ നെക്സ്റ്റ് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന തിയറം നോക്കാം. ആംഗിൾ ബിറ്റ്വീൻ കോഡ് എ ബി ആൻഡ് ടാൻജൻറ്റ് പി എ. ആംഗിൾ ബിറ്റ്വീൻ കോഡ് എ ബി ആൻഡ് ടാൻജൻറ്റ് പി എ പി ബി, ഈ രണ്ട് ടാൻജൻറ്റും is equal to angle on the opposite part of the circle. Angle on the opposite part is 60 degree. This angle 60, this angle 60. Angle between chord AB and tangent PA and PB are equal to, angle between chord and tangent is equal to ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട്. ഈ കോഡിനും ടാൻജൻറ്റിനും ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി, ഓപ്പോസിറ്റ് പാർട്ടിൽ ആംഗിൾ 60 ആണ്. ദെർഫോർ ദിസ് ആംഗിൾ 60, ദിസ് ആംഗിൾ 60. ദെൻ ആംഗിൾ പി ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 60, 180 മൈനസ് 120, 60 ഡിഗ്രി. ആംഗിൾ പി ഈക്വൽ ടു 60 ഡിഗ്രി. ഫസ്റ്റ് പിക്ചറിൽ മാർക്ക് ചെയ്യുക, എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചാൽ മതി. ആംഗിൾ ബിറ്റ്വീൻ കോഡ് എ ബി ആൻഡ് ടാൻജൻറ്റ് പി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദി സർക്കിൾ 60 ഡിഗ്രി. ദെർഫോർ ദിസ് ആംഗിൾ 60, ദിസ് ആംഗിൾ 60, തേർഡ് ആംഗിൾസ് ആർ 60 ഡിഗ്രി. ആംഗിൾ പി ഈക്വൽ ടു 60. ദെൻ നെക്സ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ കോഡ് ബി സി. Chord BC and tangent QC is equal to angle on the opposite part of the circle 80 degree. This angle 80 degree. 80, 80, 160. Then angle Q equal to 20. Angle Q equal to 180 minus 80 plus 80. 180 minus 160, 20 degree. Angle Q 20 degree. Then angle between chord AC and tangent AR is equal to opposite part of the circle 40 degree. Angle on the opposite part of the circle 40. This angle 40, this also 40. 40 plus 40, 80. 180 minus 80, 100 degree. Angle R equal to 100 degree. Simple ആണല്ലോ. ഏത് ക്രൈറ്റീരിയ? ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദി സർക്കിൾ. അപ്പോൾ 80, 80, 20, 40, 40, 100, 60, 60, 60. Angle between chord AB and tangent 60 degree, 60 degree. Third angle 60. Angle between chord AC and tangent 40, 40, then 40.
third angle 100 degree. Angle between chord BC and tangent 80, third angle 20 degree. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് റീസൺസ് ആണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെയും വേണം ചെയ്യാം, വേറൊരു കേസിലൊക്കെ ചെയ്യാം. എന്താണ്, സെൻട്രൽ ആംഗിളേക്ക് മാർക്ക് ചെയ്തിട്ടും ചെയ്തൂടെ? എല്ലാം സെൻട്രലേക്ക് റേഡിയസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. ഓരോന്നിൻ്റെ ഡബിളാക്കി എടുത്താൽ മതി. ഇവിടെ എത്രയാണോ ആംഗിൾ വരുന്നത് അതിൻ്റെ ഡബിളാക്കി ഇവിടെ എടുക്കുക 120. ഇവിടെ എത്രയാണോ വരുന്നത് അതിൻ്റെ ഡബിളാക്കി ഇവിടെ എടുക്കുക. ഇവിടെ എത്രയാണോ വരുന്നത് അതിൻ്റെ ഡബിളാക്കി എടുക്കുക. എത്രയാണ് വരുന്നത് 80 ഡിഗ്രി. ഇവിടെ എത്രയാണോ വരുന്നത് അതിൻ്റെ ഡബിളാക്കി എടുക്കുക 160 ഡിഗ്രി എന്നൊക്കെ എടുത്തിട്ട് ആംഗിൾ ബിറ്റ്വീൻ റേഡിയൈ ആൻഡ് ടാൻജൻസ് ആർ സപ്ലിമെൻ്ററി, ആംഗിൾ ബിറ്റ്വീൻ റേഡിയൈ ആൻഡ് ടാൻജൻസ് ആർ സപ്ലിമെൻ്ററി, ആംഗിൾ ബിറ്റ്വീൻ റേഡിയൈ ആൻഡ് ടാൻജൻസ് ആർ സപ്ലിമെൻ്ററി. അത് നമ്മൾ ചെറിയ തിയറം മുമ്പ് പഠിച്ച തിയറമാണ്, അതുകൊണ്ട് നമ്മളത് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളൂ. ഇന്ന് പഠിച്ച തിയറത്തിലൂടെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഏതാ തിയറം? ആംഗിൾ ബിറ്റ്വീൻ chord and tangent is equal to angle on the opposite part of the circle. Angle between chord and tangent is equal to half the central angle of the chord. Half the central angle of the chord. Second problem. In the picture, the sides of the large triangle are tangents of the circumcircle. Sides of the large triangle are tangents of the circumcircle of the smaller triangle through its vertices. Calculate the angles of the smaller triangle. Calculate the angles of the smaller triangle. ട്രയാങ്കിൾ വരച്ചു, സർക്കം സർക്കിൾ വരച്ചു, ടാൻജൻസ് വരച്ചു, ആംഗിൾ എ ബി സി നെയിം ചെയ്തു, സ്മോളർ എ ബി സി, ലാർജർ പി ക്യു ആർ, ദെൻ ആംഗിൾ പി 60 ഡിഗ്രി, ആംഗിൾ ക്യു 40 ഡിഗ്രി. In the figure, ABC is a smaller triangle, circumcircle with the center O. Then PQ, triangle PQR, tangents through point ABC lode varachirikkunnu. Then angle P60, angle Q40. Then find or calculate smaller angles of smaller triangle ABC. Then third angle of larger triangle R calculate ചെയ്യുക. എത്രയാണ് മക്കളെ ആംഗിൾ R വരിക? ഇത് 40, ഇത് 60 ആണെങ്കിൽ ആംഗിൾ R എത്ര വന്ന് പറഞ്ഞോളേ? 180 മൈനസ് 60 പ്ലസ് 40, 180 മൈനസ് 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. ദാറ്റ് ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. ആംഗിൾ R ഈക്വൽ ടു 80 ഡിഗ്രി. ആംഗിൾ R ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ. ദെൻ AQ ഈക്വൽ ടു QC. AQ ഈക്വൽ ടു QC ആണല്ലോ. ടാൻജൻസ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് ടു ദി സർക്കിൾ ആർ ഈക്വൽ. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണെങ്കിൽ 180 മൈനസ് 40 എത്രയാണ്? 180 മൈനസ് 40 140, ബാലൻസ് 70. ഈ രണ്ട് ആംഗിൾ 70 ആയിരിക്കും. 70. Angle between chord AC and tangent 70 degree is equal to angle on the opposite part 70 degree. Angle B equal to 70 degree. Smaller angle, angle B equal to 70 degree. Simple. ഇവിടെ നോക്കുക 40 AQC isosceles triangle. AQ and QC are equal. Tangents from external point to the circle are equal. Therefore 70 equal angle 70. Angle between chord AC and tangent 70, opposite part 70 degree. Then APB is an isosceles triangle. AP and PB equal ആണ് 60 degree. 180 minus 60 120 divided by 2 60 degree. This angle 60, this angle 60. Angle on opposite part angle C equal to 60 degree. Angle C equal to 60 degree.
സിമ്പിൾ. ദെൻ 80 ഇനി പറഞ്ഞോളി. BRC ഐസോസ്ലസ് ട്രയാങ്കിൾ, ദിസ് സൈഡ് ഈക്വൽ ആണ്. ആംഗിൾ ദിസ് ആംഗിൾ എത്ര വരും? 180 മൈനസ് 80 100/2 50 50. ആംഗിൾ ബിറ്റ്വീൻ കോഡ് BC ആൻഡ് ടാൻജൻറ്റ് 50. It is equal to opposite part of the circle 50 degree. Smaller angles of triangle ABC, smaller triangle ABC, smaller angles എത്രയാണ്? Angles of the smaller triangle 70 degree, 60 degree, 50 degree. 70 degree, 50 degree, 60 degree. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ക്രൈറ്റീരിയ യൂസ് ചെയ്തിരിക്കുന്നത്? ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻസ് ഈസ് ഈക്വൽ, ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദി സർക്കിൾ എന്ന ക്രൈറ്റീരിയ നമ്മൾ അടിച്ചേൽപ്പിക്കുക, നമ്മൾ പഠിക്കുകയാണ്, മൈൻഡിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 40 70 70 എപ്പോഴും ഇത് സെയിം ഐസോസ്ലസ് ആയിരിക്കും. സെൻട്രൽ ഇക്വലേറ്ററൽ ആണെങ്കിൽ ഓൾ ട്രയാങ്കിൾസ് ആർ ഇക്വലേറ്ററൽ, നമ്മൾ പ്രൂഫ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇക്വലേറ്ററൽ ഒന്നല്ല, അപ്പോൾ അതുകൊണ്ട് ഇത് ഐസോസ്ലസ് ഐസോസ്ലസ് ഐസോസ്ലസ്. 40 70 70 ഓപ്പോസിറ്റ് 70, 80 50 50 ഓപ്പോസിറ്റ് 50, 60 ഈക്വൽസ് 60 60 ഓപ്പോസിറ്റ് 60. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻസ്, angle between chord and tangent is equal to angle on the opposite part of the circle. പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. angle between chord and tangent is equal to half the central angle of the chord. central angle ആണെങ്കിൽ ഹാഫ് എടുത്താൽ മതി. പോയിൻ്റ് ഓൺ ദി സർക്കിൾ ഓർ ഓപ്പോസിറ്റ് പാർട്ടിലാണെങ്കിൽ അതേ ആംഗിളാണ് വരിക. രണ്ട് തിയറം മനസ്സിലാക്കി വെക്കുക. തേർഡ് പ്രോബ്ലം. In the picture, the tangent to the circumcircle of a regular pentagon through a vertex is shown. Calculate the angle which the tangent makes with the two sides of the pentagon through the point of contact. Figure വരയ്ക്കുക. What is mean by pentagon? What is mean by regular pentagon? പറഞ്ഞേ, പെൻറ്റഗൺ എന്താണ്? All sides are equal. 5-sided closed figure, all sides are equal. Such type of pentagon, regular pentagon. A, B, C, D, E is a regular pentagon. Join EC and AB. PQ is a tangent. ഈ ആംഗിളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ്, അതായത് റെഗുലർ പെൻറ്റഗണിൻ്റെ 2 സൈഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എ, ദെൻ ത്രൂ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് PQ, ആംഗിൾ ബിറ്റ്വീൻ കോഡ് AE ആൻഡ് ടാൻജൻറ്റ്. ദിസ് ആംഗിൾ കാണണം, അല്ലെങ്കിൽ ഈ ആംഗിൾ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. ഞാനൊരു കൺസ്ട്രക്ഷൻ ചെയ്തു. ജോയിൻ EC ആൻഡ് AC, ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ക്രൈറ്റീരിയയാണ് യൂസ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദി സം ഓഫ് ആംഗിൾ ഓഫ് പെൻറ്റഗൺ? ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ABCD ഈസ് എ റെഗുലർ പെൻറ്റഗൺ, PQ ഈസ് എ ടാൻജൻറ്റ് ത്രൂ പോയിൻ്റ് A. സം ഓഫ് ദി ആംഗിൾ ഓഫ് പെൻറ്റഗൺ ടോട്ടൽ പറഞ്ഞേ. 8th പഠിച്ചതാ പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ. n-2 × 180, 5 - 2 × 180, 3 × 180, 540 degree. Sum of the angle of regular pentagon equal to 540 degree. Each angle 540/5 108 degree. Each angle equal to 108. This angle 108, this angle 108, എല്ലാം 108. ഈ സൈഡ്സ്, ദിസ് ട്രയാങ്കിൾ ഐസോസ്ലസ് ആണല്ലോ.
ഇ ഡി ആൻഡ് സി ഡി ഈക്വൽ അല്ലേ, പെൻറ്റഗണിൻ്റെ റെഗുലർ ആയതുകൊണ്ട് ദിസ് ആംഗിൾ 36, ദിസ് ആംഗിൾ 36 മാർക്ക് ചെയ്ത് വെക്കുക. പിക്ചറിൽ തന്നെ മാർക്ക് ചെയ്താൽ മതി. ആംഗിൾ ബി 108, ബി സി ആൻഡ് എ ബി ആർ ഈക്വൽ, എ ബി സി ഐസോസ്ലെസ് ആണ്. ദിസ് ആംഗിൾ 36, ദിസ് ആംഗിൾ 36. Isosceles triangle base angles are equal. Then angle C total 108 ആ പെൻറ്റഗണിൻ്റെ ആംഗിൾ. 36 സബ്ട്രാക്ട് ചെയ്താൽ ഈ ചെറിയ ആംഗിൾ എത്ര വരും? ഇതാ ഈ ഡാർക്ക് കളറിൽ മാർക്ക് ചെയ്ത ആംഗിൾ എത്ര വന്നു? 36. 108 minus 72, 36. Therefore angle between chord AE and tangent equal to angle on the opposite part. ഇത്രയും ഓപ്പോസിറ്റ് പാർട്ടാണ്. അതിലേതാ ആംഗിൾ വരുന്നത്? ഇ സി എ 36. ആംഗിൾ ഇ എ പി ഈക്വൽ ടു ഇ സി എ. ആംഗിൾ ഇ സി എ, ആംഗിൾ ഇ എ പി ഈക്വൽ ടു ആംഗിൾ ഇ സി എ. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദി സർക്കിൾ. Therefore 36 degree. എങ്ങനെയാ ആംഗിൾ ഓൺ ദി പാർട്ട് ഓഫ് ദി സർക്കിൾ അല്ലെങ്കിൽ ആംഗിൾ ഓൺ ദി സെയിം സെഗ്മെൻറ്റ്, ആംഗിൾ ഓൺ ദി സെയിം പാർട്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചതാ സർക്കിൾസിൽ. സ്റ്റാർട്ടിങ്, ടച്ചിങ്, എൻഡിങ്. സ്റ്റാർട്ട് ചെയ്തു, ടച്ച് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്റ്റാർട്ട് ചെയ്തു, ടച്ച് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്യണം. ഇ സി എ ഈക്വൽ ഇ എ പി. ഇ എ പി equal ECA. Angle between chord AE and tangent PQ is equal to angle on the opposite part of the circle. Therefore angle EAP equal to 36 degree. Angle EAP equal to 36 degree. അപ്പോൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ആംഗിൾ വിച്ച് ദി ടാൻജൻറ്റ് മേക്സ് വിത്ത് ദി two sides of the pentagon through point of contact. Two sides of the pentagon through point of contact equal to 36 degree. It's equal to 36 degree. അപ്പോൾ ഏതൊക്കെ ക്രൈറ്റീരിയ യൂസ് ചെയ്തു? സം ഓഫ് ദി ആംഗിൾ ഓഫ് റെഗുലർ പെൻറ്റഗൺ 540 degree. ഈച്ച് ആംഗിൾ 108. ജോയിൻ ഇ സി ആൻഡ് എ സി. വി ഗെറ്റ് ADC, EDC, isosceles triangle 36, 36. ABC, isosceles triangle 36, 36. Isosceles എങ്ങനെ? AB equal to BC. റെഗുലർ പെൻറ്റഗൺ അല്ലേ? 2 സൈഡ്സ് അല്ലേ? ഇവിടെ ഓൾ സൈഡ്സ് ഈക്വൽ അല്ലേ? അപ്പോൾ ദിസ് ഈക്വൽ 36, 36. ദിസ് ഈക്വൽ 36, 36. തേർഡ് ആംഗിൾസ് ആർ 36. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദി സർക്കിൾ. ആംഗിൾ ഇ എ പി ഈക്വൽ ടു ഇ സി പി. ഇ സി എ, ഇ സി പി അല്ല, ഇ സി എ. ഇ എ പി ഈക്വൽ ഇ സി എ. രണ്ടും ഡാർക്ക് ചെയ്ത് കണ്ടില്ലേ? ഈ ആംഗിളിന് ഈക്വലാണ് ഈ ആംഗിൾ, ഡാർക്ക് കളറായിട്ട്. ഓക്കെ. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദി സർക്കിൾ. അപ്പോൾ ആ തിയറം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക കേട്ടോ. നമ്മളതിനെ ഷോർട്ടാക്കിയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു വെച്ചത്. ദെൻ സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ എന്തായിരിക്കും? ഹാഫ് ദി സർക്കിൾ ആയിരിക്കും. സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ഹാഫ് ദി സെൻട്രൽ ആംഗിൾ ആയിരിക്കും വരിക. അടുത്തൊരു 4th ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദി ഫിഗർ O is the center of the circle. And PQ is a tangent to the circle. Through B എന്ന് പറഞ്ഞാൽ ബിയിലൂടെ. ഫൈൻഡ് ആംഗിൾ എ ബി പി. സർക്കിൾ ABC triangle ABC ട്രയാങ്കിൾ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്തു. ത്രൂ ബി ടാൻജൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്തു. പി ക്യു കൺസ്ട്രക്റ്റ് ചെയ്തു. ആംഗിൾ AOB 100 degree. ആംഗിൾ AOB 100 ആണെന്ന് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ആംഗിൾ ABP ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
Simple. Angle between chord AB and tangent equal to half of the central angle. അല്ലേ? ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ എത്ര? 100. എത്ര വന്നു ഇവിടെ? 50. ആംഗിൾ എ ബി പി ഈക്വൽ ടു 50 ഡിഗ്രി. ഹാഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി സർക്കിൾ. ഹാഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി സർക്കിൾ. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജന്റ് ഈസ് ഈക്വൽ ടു half the central angle of the circle. Half the central angle, half of the central angle, half the central angle of the circle. Central angle 100, angle between chord and tangent 50 degree. Central angle 120 60, 140 70, 180 90. 180 വരുമ്പോൾ എന്തായി മാറി? റേഡിയസ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആവും. 120 60, 100 50, 80 40, 90 45, 120 60, 110 55, 130 65, 140 70 അങ്ങനെയാണ് വരുന്നത്. Therefore angle ABP equal to 50 degree. Angle ABP equal to 50 degree. Angle between chord and tangent is equal to half the central angle of the chord. Half the central angle of the chord. At the fourth കഴിഞ്ഞ് fifth question. Find the measures of three angles of triangle ABC given in the figure. Find the measures of three angles of triangle ABC given in the figure. In the figure. എല്ലാം ഈ തിയറത്തിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഒരു തിയറം പഠിക്കുമ്പോൾ ആ തിയറത്തിനെ തറവായിട്ട് അങ്ങ് പഠിച്ചാളാണ്, അല്ലാണ്ട് വേറെ രക്ഷല്ല. അത്ര ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്ററാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ഫിഗർ വരച്ചു. പി ക്യു ആർ ലാർജർ ട്രയാങ്കിള്, ദെൻ എ ബി സി സ്മോളർ ട്രയാങ്കിള്, ആംഗിൾ പി 30 ഡിഗ്രി, ആംഗിൾ ക്യു 70 ഡിഗ്രി. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എ ബി സിയുടെ ടോട്ടൽ ആംഗിളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത അതേ ക്രൈറ്റീരിയ യൂസ് ചെയ്യുക. എ ക്യു ബി നോക്കുക. ബി ക്യു ആൻഡ് എ ക്യു ആർ ഈക്വൽ ഐസോസ്ലസ് ട്രയാങ്കിൾ. ദെർഫോർ ദിസ് ആംഗിൾ 180 മൈനസ് 70 ഡിവൈഡഡ് ബൈ 2, 110 ബൈ 2, 55 55. ഇവിടെ ആംഗിൾ എഴുതി വെക്കുക. 55 55. ദെർഫോർ ആംഗിൾ സി ഈക്വൽ ടു 55. ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട്. ആംഗിൾ സി ഈക്വൽ ടു 55 ഡിഗ്രി. ഒരു കേസ് അങ്ങ് എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക. ഇൻ ദി ഫിഗർ എ ബി സി ഇസ് എ സ്മോളർ ട്രയാങ്കിൾ ആൻഡ് പി ക്യു ആർ ഇസ് ദ ലാർജർ ട്രയാങ്കിൾ. Then angle Q 70 degree. Then angle between chord and tangent equal to 180 minus 70 by 2, 110 by 2, 55 55. Angle between chord and tangent equal to 55 55. Therefore angle C equal to 55. Angle on the opposite part of the circle. അത്ര റീസൺ എഴുതിയാൽ മതി, അല്ലാണ്ട് വാരി വലിച്ച ആംഗിൾ നെയിം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇൻ ദി ഫിഗർ ആംഗിൾ ക്യൂ ഈക്വൽ ടു 70 ഡിഗ്രി, ആംഗിൾ ബിറ്റ്വീൻ കോഡ് എ ബി ആൻഡ് ടാൻജന്റ് ഈക്വൽ ടു 180 മൈനസ് 70, 110 by 2, 55 55. Therefore angle C equal to 55. Angle on the opposite part of the circle. Then angle P equal to 30. Then angle between chord AC and tangent. Angle between chord AC and tangent 180 minus 30, 150 by 2, 75 75. Therefore angle on the opposite part angle B. Angle B equal to 75 degree. Angle B equal to 75 degree. Angle between chord AC and tangent equal to 75 75. എങ്ങനെ 75 കിട്ടി? 180 minus 30 divided by 2, 75 75. Therefore angle B equal to 75. Angle on the opposite part of the circle. Then angular എങ്ങനെ angular കിട്ടി? angular ശരിക്കും ആദ്യം കണ്ടെക്കണം. 180 minus 70 plus 30, 180 minus 100, 80 ഡിഗ്രിയാണ് angular 80. Then angle between chord BC and tangent
എത്ര വരും? 180 മൈനസ് 80 100 50 50. Angle between chord BC and tangent equal to 180 minus 80 100 divided by 2 50 50 എന്ന് എഴുതുക. Therefore angle A equal to 50. Opposite angles are equal. Then angles of triangle ABC 55 degree, 50 degree, 75 degree. Angles of triangle ABC 55 degree, 50 degree, 75 degree. ഓക്കെ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ലാർജർ ട്രയാങ്കിൾ പി ക്യു ആർ, ദെൻ സ്മോളർ ട്രയാങ്കിൾ എ ബി സി, ദെൻ എ ബി സി നമുക്ക് പി ആംഗിൾ പി 30, ദെൻ ദിസ് ആംഗിൾ 75 75, ഓപ്പോസിറ്റ് ആംഗിൾ 75, ക്യു 70, ദീസ് ടു ആംഗിൾ 55 55, ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് 55, ആംഗിൾ ആർ 80, sum of the angle of triangle 180 എന്ന് മൈനസ് ചെയ്തു 80, these two angles 50 50, opposite angle 50. റെഡി അല്ലേ? റെഡി. 5 പ്രോബ്ലം പ്രാക്ടീസ് ചെയ്തു നമ്മൾ. ഒരു തിയറത്തിൻ്റെ മുകളിൽ ഇത്രയും പ്രോബ്ലമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയത് എന്തിനാ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിയറുമായിട്ടുള്ള പ്രോബ്ലം ബൈഹാർട്ടായിട്ട് വരണം, ആ പ്രോബ്ലം സെറ്റായിട്ട് മാറണം. ബൈഹാർട്ടാക്കേണ്ട, സെറ്റാക്കി മാറ്റുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു തിയറം ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് 1 2 3 4 5 പ്രോബ്ലം പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, റെഡി അല്ലേ? ഏതാ ക്രൈറ്റീരിയ? ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓൺ ദി ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദി സർക്കിൾ. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈക്വൽ ടു half the central angle of the chord, half the central angle of the chord, half the central angle of the chord. ഇനി ഒരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്, വളരെ ഈസി ആയിരിക്കും കൺസ്ട്രക്ഷൻ. സൈഡ് ഹെഡിങ് ചെയ്താൽ എ ടാൻജൻറ്റ് ഫ്രം ഔട്ട്സൈഡ്, എ ടാൻജൻറ്റ് ഫ്രം ഔട്ട്സൈഡ്. ഒരു നോട്ട് എന്ന് പറഞ്ഞ് എഴുതിയൊക്കെ നോട്ട്. ഫ്രം എ പോയിൻ്റ് ഔട്ട്സൈഡ് എ സർക്കിൾ, ഫ്രം എ പോയിൻ്റ് ഔട്ട്സൈഡ് എ സർക്കിൾ 2 tangents can be drawn. From a point outside a circle 2 tangents can be drawn. ഔട്ട്സൈഡിലെ ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് 2 ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ഒരു പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ്, അല്ലാണ്ട് സർക്കിളിൽ ഒരുപാട് ടാൻജൻസ് കൺസ്ട്രക്ട് ചെയ്യുക. ഔട്ട്സൈഡ് പോയിന്റ് 1 പോയിന്റിൽ നിന്ന് പെയർ ഓഫ് ടാൻജൻസ് കൺസ്ട്രക്ട് ചെയ്യുക. അതാണ് പരിപാടി. 4 മാർക്ക് ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. ഫസ്റ്റിൽ നമ്മൾ 3 മാർക്സ് കൺസ്ട്രക്ഷൻ, ഇതിൽ 4 മാർക്ക്, ഇനി ലാസ്റ്റിൽ 5 മാർക്ക് കൺസ്ട്രക്ഷൻ. ഡൺ ഡൺ. വെരി ഗുഡ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. മാർക്ക് എ പോയിന്റ് പി, മാർക്ക് എ പോയിന്റ് പി 6.5 cm away from its center, 6.5 cm away from its center. Draw pair of tangents to the circle. Draw pair of tangents to the circle. Draw pair of tangents to the circle. Pair of tangents construct ചെയ്യാണ് അല്ലേ? നോക്കൂ. Draw a circle of radius 3 cm, point 6.5 cm, point P, mark a point P 6.5 cm away from its center. Draw pair of tangents from P to the circle എന്നാണ് ശരിക്കും വരിക. Draw pair of tangents മതി. Draw pair of tangents P to the circle. Pയിൽ നിന്ന് സർക്കിളിലേക്കുള്ള pair of tangents ആണ്. ഇവിടെ നോക്കുക. ഡ്രോ എ സർക്കിൾ, നീറ്റായിട്ടൊരു സർക്കിൾ വരയ്ക്കുക 3 cm റേഡിയസിൽ. സ്കെയിലല്ല, കോമ്പസ് ഒക്കെ വെച്ച് സ്കെയിലിൽ 3 cm മാർക്ക് ചെയ്ത് അടിപൊളി ഒരു സർക്കിൾ. ദെൻ സെൻറ്ററിൽ നിന്ന് എക്സ്റ്റേണൽ പോയിൻ്റ്, സെൻറ്ററിൽ നിന്ന് എക്സ്റ്റേണൽ പോയിൻ്റ് പി 6.5 cm, 6.5 cm. ദാറ്റ് ഈസ് ഒ പി. Then construct a perpendicular bisector of OP. OPയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക? മോർ ദാൻ ഹാഫ് എടുത്ത് അപ്പർ ആർക്ക് ലോവർ ആർക്ക് പിയിൽ നിന്ന് ടച്ച് ആർക്ക് ആർക്കിനെ ടച്ച് ചെയ്തു.
അപ്പർ ആർക്ക് ലോവർ ആർക്ക് അപ്പർ ആർക്ക് ലോവർ ആർക്ക് ടച്ച് ആർക്ക് ടച്ച് ചെയ്തു. ദെൻ ദിസ് ഇസ് സെൻറ്റർ പോയിൻ്റ്. കൺസ്ട്രക്റ്റ് ന്യൂ സർക്കിൾ വിത്ത് ഡയമീറ്റർ ഒ പി ഡയമീറ്ററാക്കി പുതിയ സർക്കിൾ വരച്ചു. ജോയിൻ പെയർ ഓഫ് ടാൻജൻസ് ടു ദി സർക്കിൾ. These 2 points are tangency point A and B. Construct pair of tangents from P to the circle. P യിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചു. അപ്പോൾ ഫസ്റ്റ് സർക്കിൾ 3 cm, മാർക്ക് എ പോയിൻ്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ 6.5 cm away from its center. Then perpendicular bisector, draw another circle, join PA and PB. PA and PB. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വേറൊന്നും ഇതിലില്ല. സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതുക. സെക്കൻഡ്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. മാർക്ക് എ പോയിൻ്റ് P 7.5 cm away from its center. 7.5 cm away from its center. Draw a circle of radius 3. Mark a point P 7.5 cm away from its center. Construct pair of tangents from P to the circle. Construct pair of tangents from P to the circle. Construct pair of tangents from P to the circle. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. 3 cm സർക്കിൾ, വളരെ നീറ്റായിട്ട് സർക്കിൾ വരച്ചു. റെഡി? സെൻറ്ററിൽ നിന്ന് 7.5 P മാർക്ക് ചെയ്തു. 7.5 P മാർക്ക് ചെയ്തു. റെഡിയാണല്ലോ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒ പിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. കട്ടാർക്ക് കട്ടാർക്ക് ടച്ചാർക്ക് ടച്ചാർക്ക് ജോയിൻ. ഇവിടുന്ന് കട്ടാർക്ക് കട്ടാർക്ക് ടച്ചാർക്ക് ടച്ചാർക്ക്, ഓയിൽ നിന്ന് ആർക്ക് കറക്കിയ കട്ടാർക്ക്, പിയിൽ നിന്ന് ടച്ചാർക്ക് ജോയിൻ ചെയ്തു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ 7th പഠിച്ചതാ. ഇനി നമ്മൾ എത്രയോ കൺസ്ട്രക്ഷനിലും ചെയ്തു പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ദിസ് പോയിൻ്റ് സെൻറ്ററാക്കി പിടിച്ചു. ഒ പി ഇസ് എ ഡയമീറ്റർ. ദെൻ ഡ്രോ എ ന്യൂ സർക്കിൾ. പിയിൽ നിന്ന് ടച്ചിങ് പോയിൻറ്റിലേക്ക് പെയർ ഓഫ് ടാൻജൻസ് കൺസ്ട്രക്ട് ചെയ്തു. എ, ദാറ്റ് ഇസ് ബി. ഇതും കൂടെ നീണ്ടാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ലെങ്ത് ആയാലൊന്നും ഒരു കുഴപ്പമില്ല, നീറ്റായിരിക്കണം എന്നുള്ളൂ. ഇവിടെ വരെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് എ ആൻഡ് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ബി. ലെങ്ത് ഓഫ് മെഷർമെൻറ്റ് അളന്ന് നോക്കുക. പി എ ആൻഡ് പി ബിയുടെ ലെങ്ത്ത് മെഷർ ചെയ്ത് നോക്കുക. പി എ ആൻഡ് പി ബി ആർ റിക്വയർഡ് ടാൻജൻസ്. അപ്പോൾ ഒരൊറ്റ കൺസ്ട്രക്ഷനും കൂടി ചെയ്തേക്കാം. ഇപ്പോൾ നമുക്ക് ആ കൺസ്ട്രക്ഷൻ ഒരെണ്ണം ചെയ്തില്ല എന്നുള്ളത് വേണ്ടല്ലോ. 5 പ്രോബ്ലം ചെയ്തു, 3 കൺസ്ട്രക്ഷൻ ചെയ്തു, ഒരു തിയറത്തിന് ചെയ്തു. അതാക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3.5 cm. Draw a circle of radius 3.5 cm. Mark a point P. Mark a point P 8.5 cm away from its center. Mark a point P 8.5 cm away from its center. Construct pair of tangents from P to the circle. Construct pair of tangents from P to the circle. Okay. Draw a circle 3.5. Center point 8.5. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് സാർ എന്നാൽ റൈറ്റിലേക്ക് തന്നെയോ പറ്റുള്ളൂ? റൈറ്റ് പറ്റും, ലെഫ്റ്റ് പറ്റും, അപ്പ് പറ്റും, ഡൗണ് പറ്റും. ഓരോരുത്തരുടെ സ്പേസിനനുസരിച്ചിട്ട്, പേജിൻ്റെ സ്പേസിനനുസരിച്ചിട്ട് വരയ്ക്കും. എനിക്കിവിടെ എങ്ങനെയാണ് പറ്റുള്ളൂ. ഒ പി 8.5. ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ മോർ ദാൻ ഹാഫ്. കട്ടാർക്ക് കട്ടാർക്ക് ടച്ചാർക്ക് ടച്ചാർക്ക് ജോയിൻ ചെയ്തു. കട്ടാർക്ക് കട്ടാർക്ക് ടച്ചാർക്ക് ടച്ചാർക്ക്. സെൻറ്റർ പോയിൻ്റ്. ഡ്രോ എ സർക്കിൾ. മനോഹരമായ ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഡ്രോ പെയർ ഓഫ് ടാൻജൻസ് ഫ്രം
P to the circle. Draw pair of tangents from P to the circle. A and B. PA and PP. ഓക്കെ, PA and PP. അപ്പോൾ വളരെ നീറ്റായിട്ട് നമ്മൾ ചെയ്തു. 3 കൺസ്ട്രക്ഷൻ, 1 തിയറം, 5 പ്രോബ്ലം, 9 സെക്ഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു, 9 കേസസ് വർക്കൗട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൺസ്ട്രക്ഷൻ, 4 മാർക്ക്. ഇനി അടുത്തൊരു സെക്ഷൻ ഇതുപോലെ 9, 10 പാർട്ട് ഉണ്ട്, അതിലൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1, 2, 3 കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, 5 മാർക്ക് കൺസ്ട്രക്ഷൻ. അപ്പോൾ അടുത്ത സെക്ഷൻ വളരെ സിമ്പിളാണ് ടോപ്പിക്ക്. അടുത്ത ടോപ്പിക്കോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറത്തിനെ ബേസ് ചെയ്തിട്ട് ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജന്റ് ഈസ് ഈക്വൽ ടു angle on the opposite part of the circle. Angle between chord and tangent is half the central angle of the chord. Half the central angle of the chord. ആ ക്രൈറ്റീരിയ വെച്ചിട്ട് 5 problems, 3 construction, tangents from outside. ഓക്കെ, അത് വൃത്തിയായിട്ട് ചെയ്യുക, നീറ്റായിട്ട് പഠിക്കുക, ചെയ്ത് ആംഗിൾസൊക്കെ കണ്ടുപിടിക്കുന്ന ഐഡിയാസൊക്കെ യൂസ് ചെയ്ത് കറക്റ്റാക്കുക മക്കളെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.